മാജിക് അവനിലേക്ക് സ്വാഗതം. മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവൻ പവേർഡ് ബൈ ഡബിൾ ഓസ് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം. കുറേ നാളായില്ലേ നമ്മളൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട്, ബിരിയാണിയോ അതുപോലത്തെ അങ്ങനത്തെ ഐറ്റംസ്, അതായത് ചോറും ഇറച്ചിയും എല്ലാം കൂടി ചേർന്ന് വരുന്ന കാര്യങ്ങൾ, ഒരു വൺ പോട്ട് ഡിഷ് ഉണ്ടാക്കിയിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അങ്ങനെ ഒരു വിഭവമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതൊരു ഇറച്ചിച്ചോറാണ്, പക്ഷേ ചിക്കൻ കൊണ്ടുള്ളൊരു ഇറച്ചിച്ചോറ്. അപ്പോൾ ചിക്കൻ പെപ്പർ റൈസ് അല്ലെങ്കിൽ ചിക്കൻ പെപ്പർ എന്ന് പറയുമ്പോൾ ചിക്കൻ കുരുമുളക് ചോറ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. വളരെ സിമ്പിളാണ്. കുറച്ചൊരു ഗ്രേവി പോലെ ഒരു കാര്യം ഉണ്ടാക്കുന്നു, നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കുന്നു. ആ രീതിയിലൊരു ചിക്കൻ ചോറാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ചിക്കൻ കുരുമുളക് ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ കുരുമുളക് ചോറ് ചേരുവകൾ: ചിക്കൻ 1.5 കിലോയുടെ സൈസിലുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ജീരക സംബാർ റൈസ് അഥവാ ജീരകശാല അരി 3 കപ്പ്, എണ്ണ 1/2 കപ്പ്, പട്ട 1 വലിയ കഷ്ണം, നല്ല ജീരകം 1/2 ടീസ്പൂൺ, പെരുംജീരകം 1 ടീസ്പൂൺ, ഗ്രാമ്പു 6 എണ്ണം, ഏലക്ക 6 എണ്ണം, തക്കോലം 1 കഷ്ണം, ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, കൊച്ചുള്ളി ഓരോന്നും 2-3 ആയിട്ട് മുറിച്ചത് ഏകദേശം എല്ലാം കൂടി 1 കപ്പ്, സവാള 2 എണ്ണം ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, പച്ചമുളക് 4 എണ്ണം സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. ഇനി അരയ്ക്കാനുള്ള ചേരുവകൾ: മല്ലിയില 1 കപ്പ്, പുതിനയില 1 കപ്പ്, ടൊമാറ്റോ 3 എണ്ണം കഷ്ണങ്ങളാക്കിയത്, വെള്ളം 4.5 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ചിക്കൻ കുരുമുളക് ചോറ് ഉണ്ടാക്കാൻ പോകണു. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോ. ഇത് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസാണ്. ഞാൻ എപ്പോഴും ഒരു 1.5 കിലോയുടെ കോഴിയാണ് കറിയാണെങ്കിലും എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നത്. അതായത് എല്ലാ അതിൻ്റെ സ്കിന്നും എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലഷ് ആയിട്ട് ഒരു 1.5 കിലോ എങ്കിലും കിട്ടണം. ഒരു 1,400 അല്ലെങ്കിൽ 1,500. അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഏകദേശം ഒരു 10 പേരിൽ കൂടുതൽ കഴിക്കാൻ പറ്റും. അത്രയും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 150 ഗ്രാംസ് ഓഫ് ഇറച്ചി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്, അത് 10 പേർക്ക് കൃത്യമായിട്ട് അത് തികയും. അതിനോടൊപ്പം നമ്മളൊരു ഇന്നിപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് ജീര സംബാർ റൈസിലാണ്. അതായത് നമ്മുടെ ജീരകശാല അരി എന്ന് തന്നെ പറയാം. അതാണ്, ചെറിയ അരിയാണല്ലോ. അത് ഒരു 3 കപ്പ് എടുത്ത് വെള്ളത്തിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഒരു 3 കപ്പ് റൈസ് കുതിർത്ത് ഊറ്റിയെടുത്തതും ഇവിടെ റെഡിയാണ്. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. കൊച്ചുള്ളി, സവാള, പിന്നെന്താ ഹോൾ സ്പൈസസ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ ഉണ്ട്, മല്ലിയില, പുതിനയില എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു അടിപൊളി ഇറച്ചി ചോറാണ് ചിക്കൻ കുരുമുളക് ചോറ്. അപ്പോൾ എല്ലാം ഒരു 1 പോട്ട് ഡിഷാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതും വഴറ്റുന്നതും ഒക്കെ ഒരു പാത്രത്തിൽ തന്നെ ആകാം. അടുപ്പ് കത്തിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം. ഇതെൻ്റെ സാധാരണ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം തന്നെയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഇത് എണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യൊന്നും വേണ്ട, റിഫൈൻഡ് ഓയിൽ. നിങ്ങൾക്ക് ഏത് എണ്ണയാണോ വേണ്ടത് ആ എണ്ണ, നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന എണ്ണ തന്നെ ഉപയോഗിച്ചോളൂ. ഏത് എണ്ണയാണെങ്കിലും അത് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ, ഒരു 1/2 കപ്പോളം എണ്ണ ഉപയോഗിക്കണം. എണ്ണ ചൂടാകുന്ന സമയം 1-2 കാര്യം ചെറിയ തീയിലിടാം. 1 കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും എടുത്തു വയ്ക്കുക ഫ്രഷായിട്ട്. ഒരു 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അതും കൂടി ഒരു പേസ്റ്റാക്കി കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ അരച്ച പേസ്റ്റ് ഇവിടെ റെഡിയാണ്. അതായത് കുറച്ചൊരു ഗ്രീനിഷ് ആയിട്ട്. ഇത് മല്ലിയില, പുതിനയില, പിന്നെ ടൊമാറ്റോ അതും കൂടി ചേർത്ത് അതൊരു സൈഡിലിരിക്കട്ടെ. ഇച്ചിരി വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയുടെ ബൗൾ കഴുകി എടുക്കും. ഇപ്പോൾ എണ്ണ നല്ല ചൂടായി കിടക്കുന്നു. ഇതിലേക്ക് ബേ ലീഫ് പൊട്ടിച്ചിടുന്നു. പിന്നെ അതുപോലെ ബാക്കി സ്പൈസസ്, പട്ട കുറച്ച് കൂടുതൽ, ഒരു വലിയ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി. പിന്നെ തക്കോലം, അതായത് സ്റ്റാർ അനീസ്, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഒരു 6-7 വെച്ചിട്ട് ഇടുന്നു. എല്ലാ കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞു. ഇതെല്ലാം ഒരു മൂത്ത മണം വരുന്നു. അപ്പോൾ ഈ മസാലകളുടെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളിനി പെരുംജീരകം 1 ടീസ്പൂൺ എണ്ണയിലിട്ട് പൊട്ടിക്കാം. അതുപോലെ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ. അതും കൂടി കടന്ന് പൊട്ടി നന്നായിട്ട് മൂത്ത് വരും. മൂത്ത മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് കൊച്ചുള്ളി 1 കപ്പ് കൊച്ചുള്ളി 1 കപ്പ് എന്ന് പറഞ്ഞാൽ അരിഞ്ഞ് കഴിയുമ്പോൾ 1 കപ്പ് വേണം. ഓരോന്നിനും 2, 3, 4 ആയിട്ടൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്താൽ മതി. ഇതോടൊപ്പം ഒരു 4 പച്ചമുളക് ഇങ്ങനെ എന്താ പറയുക ചരിച്ച് മുറിച്ചതാണ്. ഓരോന്നും 3-4 ആയിട്ട് മുറിക്കും. ഇതൊരു 3 പച്ചമുളകുണ്ട്, 3-4 ആകാം. സവാള
2 സവാള ഹാഫ് സ്ലൈസസ്, നെടുകെ ആൻഡ് കുറുകെ അങ്ങനെ മുറിച്ചത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം, ഫൈനലി ചോപ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മളൊരു ബിരിയാണിയുടെ അത്രയും പ്രോസസ്സ് ഒന്നുമില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങളൊക്കെ കയറി വരും. നമ്മൾ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി കിടന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുന്നു. സവാള, കൊച്ചുള്ളി, പച്ചമുളക്, ഹോൾ സ്പൈസസ്, ബേ ലീഫ്, നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ ഇത് അവസാനം വരുമ്പോൾ. ഇപ്പോൾ കളർ മാറാൻ തുടങ്ങുന്നൊരു സ്റ്റേജായി ഇതിൻ്റെ നമ്മുടെ സവാളയുടെയൊക്കെ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, അതായത് ഇഞ്ചി ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ, അതുപോലെ വെളുത്തുള്ളി ചതച്ചത് അതും ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. ആ വിത്ത് സ്കിന്നാണ് കേട്ടോ ചതച്ചെടുത്തത്, അപ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും. നന്നായിട്ട് കഴുകിയിട്ട് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വിത്ത് സ്കിൻ കഴുകിയിട്ടൊന്ന് ചതച്ചാൽ മതി, നല്ലതായിട്ട് ആ ഒരു മണം കൂടുതൽ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത്. ഇപ്പോഴേ നല്ല മണം തുടങ്ങിയിട്ടുണ്ട്. ഇനി കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ അതൊരു വെയിറ്റ് ചെയ്യുക, ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ നോക്കിയാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കൊച്ചുള്ളി എല്ലാ കാര്യങ്ങളും പാകത്തിന് മൂത്തു, കളറൊക്കെ മാറി തുടങ്ങുന്നു, എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കുന്നു. ദാറ്റ് ഈസ് മഞ്ഞൾപ്പൊടി ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. എരിവനുസരിച്ചിട്ട് മതി, ഇത് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ചേർക്കുന്നു. കൂടാണ്ട് ഒരു 1/2 ടീസ്പൂൺ, 1/2 മുതൽ 1 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടായി കിടക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ എല്ലാം പാകത്തിന് മൂക്കും. ഇനി ഇതിലേക്ക് അങ്ങോട്ട് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. അപ്പോൾ പുതിന, മല്ലിയില, ടൊമാറ്റോ അതിൻ്റെയൊക്കെ ഒരു മണവും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് മിക്സായി കിട്ടും. കളർ കാണുന്നുണ്ടല്ലോ, ചെറിയൊരു ഗ്രീനിഷ്, ഒരു ഡാർക്ക് കളറാണ്. ഇനി ഒരു കാര്യം കൂടി ചേർക്കാൻ പോണു, ഗരം മസാല പൗഡർ. ഇതിൽ ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു, എങ്കിലും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. അത്രയും മസാലയുടെ മണമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ ചേർക്കുന്ന മസാലപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ ഹോൾ സ്പൈസസ് മാത്രം മതിയെന്ന് വിചാരിക്കും. അതേ നോക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു, ആ ഒരു മല്ലിയില, പുതിന, ടൊമാറ്റോ അതിൻ്റെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിഞ്ഞു, ഓയിലിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന സ്റ്റേജ് എത്തി. ഈ ഒരു സ്റ്റേജിലാണ് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് കുറച്ച് ആദ്യം ചേർത്ത് ഉള്ളിയിൽ, പക്ഷെ അത് പോരല്ലോ, ഇത്രയും റൈസും ചിക്കനും എല്ലാം കിടക്കല്ലേ. അപ്പോൾ ഉപ്പും കൂടി ചേർക്കുന്നു. യെസ്, ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളറാണ് ഇപ്പോൾ നമ്മുടെ മസാലയ്ക്ക്. ഇതിലേക്ക് ചിക്കൻ്റെ പീസസ്, ഇത് 1.5 കിലോ ഫുൾ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചത്. നല്ല ഒരു വൈറ്റ് റൈസ് മസാലയൊക്കെ ഇങ്ങനെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ വരും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങാനുണ്ടാകും, അത് ഇതിൻ്റെ പ്രോസസ്സായിട്ട് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അതെല്ലാം കൂടി കിടന്നൊന്ന് വേകും. അതിലേക്കാണ് നമ്മൾ റൈസും കൂടി ചേർക്കുന്നത്. ഒന്നിച്ച് കിടന്നാണ് പിന്നെ വേഗം.
കുറച്ചൊന്ന് മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ചിക്കൻ വിത്ത് മസാല ഇങ്ങനെ ഒരു 5 മിനിറ്റായിട്ട് ഇങ്ങനെ വഴണ്ടുകൊണ്ടേയിരിക്കുന്നു. ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പൊതിഞ്ഞ ഭാഗമായിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഇനി ഇതിലേക്ക് വെള്ളം. ഇപ്പോൾ റൈസ് നമ്മളൊരു 3 കപ്പ് റൈസാണ് എടുത്ത് വെച്ചത്. അപ്പോൾ 1 കപ്പ് റൈസ് ഉണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം. അപ്പോൾ 3 കപ്പ് റൈസ് ആയതുകൊണ്ട് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലൊരു തിള വരട്ടെ. ഉപ്പ് കുറച്ചുകൂടിയൊക്കെ ചേർക്കേണ്ടി വരും. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. പാത്രം ഒന്ന് അടച്ച്. അരി ഇവിടെ കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 കപ്പ് ജീര സാമ്പാർ റൈസ് അഥവാ ജീരകശാല അരി. നല്ല തിള വന്നു. ഇതേ നോക്കിക്കോളൂ. ചിക്കനും അതിൻ്റെ ചാറും എല്ലാം കൂടി നമ്മൾ ഒഴിച്ച വെള്ളവും അവിടെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സ്റ്റേജിൽ തന്നെ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 2-3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ കുതിർത്ത അരി. ഇതിപ്പോൾ 3 കപ്പ് ജീരകശാല റൈസാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഊറ്റി വെച്ച് അരിയായിരിക്കണം. അതിൽ വെള്ളം വേണ്ട, ഈർപ്പം ഒഴിവാക്കിയിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചോറും മീറ്റും എല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് വേകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിലാണ് ചേർക്കേണ്ടത്. എന്തായാലും കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഇതെല്ലാം വെന്ത് വരുമ്പോൾ ചോറ് ഡബിളാകുമല്ലോ, നിറഞ്ഞു വരും. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് വേണം. എല്ലാം സെറ്റ്. വീണ്ടും തിള വന്നു തുടങ്ങി. ഇനി പാത്രം ഒന്ന് അടച്ചിടുക, എയർ ടൈറ്റ്. തീ ഒരല്പം ഒന്ന് കുറയ്ക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ചോറും വെന്ത്, റൈസ് കംപ്ലീറ്റ് വെന്ത്, ചിക്കനും വെന്ത്, ചാറൊക്കെ വറ്റി റെഡിയാണ്. അപ്പോഴത്തേക്കും പിന്നെ ഇത് ഇച്ചിരി ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ് ഈ ഒരു റൈസ്. അതായത് ചിക്കൻ പെപ്പർ ചോറ്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റായി കംപ്ലീറ്റ് വറ്റിക്കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി, അടപ്പ് തുറന്ന് ഇളക്കി ഇട്ടിട്ടുമുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം. ഇനി ഇത് തുറക്കണം. അതായത് കറക്റ്റായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി. കണ്ടില്ലേ, റൈസും പാകത്തിന് വെന്തു, ചിക്കനും പാകത്തിന് വെന്തിട്ടുണ്ട്. എന്താ മണം! ചിക്കൻ പെപ്പർ റൈസ് അല്ലെങ്കിൽ ചിക്കൻ കുരുമുളക് ചോറ് ഇവിടെ റെഡി. ഏതാണ്ട് ഒരു ബിരിയാണി പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഇത് ഒന്നിച്ച് കിടന്ന് വേകുന്ന രീതിയാണ്. ഈ തമിഴ്നാട്ടിലുമൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മൾ ദിണ്ടിഗൽ ബിരിയാണി ആണെങ്കിലും ചോറും മീറ്റും എല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് വേകുന്ന രീതി. അതുപോലെ ജീരക സാമ്പാർ റൈസിലൊക്കെയാണ് ചെയ്യുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഇനി ഇത് വേറൊന്നും ചെയ്യാനില്ല. പാത്രത്തിലേക്ക് മാറ്റാം. വിളമ്പുന്ന പാത്രം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ചെറിയ റൈസ് ആയതുകൊണ്ട് ചിക്കനും നമ്മൾ ചെറിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ വേകാൻ എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ പെപ്പർ റൈസ് റെഡി. ചിക്കൻ കുരുമുളക് ചോറ്. ഇതൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ. പേരിങ്ങനെ മാറി മാറി പറയാമേ ഉള്ളൂ. ഇത് തമിഴ്നാട് സ്റ്റൈലാണ്. ഒരു അലങ്കാരമായിട്ട് കുറച്ച് മല്ലിയില ഇടുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ഫീലിംഗ് ആണ്. അത്യാവശ്യം സ്പൈസിയാണ്, ഓവർ സ്പൈസിയൊന്നുമല്ല. കുറച്ചുകൂടിയൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ സ്പൈസി ആക്കി എടുക്കുക. അത് ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഈ രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ സ്വാദിഷ്ടമായ അടിപൊളിയായിട്ടുള്ളൊരു റൈസാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ചിക്കൻ
കുരുമുളക് ചോറ് അഥവാ ഒരു ചിക്കൻ ബിരിയാണി എന്ന് തന്നെ പറയാം. ഓക്കെ, എന്തായാലും ഒരു തമിഴ്നാട് സ്റ്റൈലിലെ ഒരു റൈസാണിത്. ബിരിയാണി ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവിടെ എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. അതായത് റൈസും മീറ്റും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കുക്കിംഗ് സ്റ്റൈലാണ്. അപ്പോൾ അത് ഭയങ്കര രസമാണത്. നല്ലതായിട്ട് കഷ്ണങ്ങളിലൊക്കെ ഇങ്ങനെ ചോറിലൊക്കെ മസാലയൊക്കെ പിടിച്ച് എനിക്കിഷ്ടമാണ് ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ റീത്തയോ അച്ചാറൊക്കെ കൂട്ടി കഴിക്കും. അവിടെയൊക്കെ ആണെങ്കിൽ കത്തിരിക്ക എല്ലാം കൊണ്ട് വഴുതനങ്ങയോ കത്തിരിക്കയൊക്കെ വെച്ചിട്ടൊരു സാലന പോലെ ഒരു കാര്യം ഉണ്ടാക്കും, ഒരു സൈഡ് ഡിഷ്. അത് ഗോസ്തു പോലെ ഒരു കാര്യം, അതുമൊക്കെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാമല്ലോ, എളുപ്പമാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. എല്ലാം കൂടി പെട്ടെന്ന് എല്ലാം ഒരു വൺ പോട്ട് ഡിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടം ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ചിക്കൻ കുരുമുളക് ചോറ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ പരീക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.